ഇതാണ് ആനക്കോട്ട. നമ്മള് ബാക്കിലുള്ളതാണ് ആനക്കോട്ട. പൊലിഞ്ഞിട്ട് വരുന്നുണ്ട്, നന്നാക്കുന്നുണ്ടാ തോന്നുന്നു. ഹായ് കൂട്ടുകാരെ, നമ്മള് ഗുരുവായൂർ ആനക്കോട്ടയിലാണ് ഇപ്പൊ. ആ ദൂരെ കാണുന്ന ആനയാണ് വിഷ്ണു, ഈ ഷെഡിന്റെ ഉള്ളില്. നല്ല ആനയാണ്. ഞാനതിനെ ഒരു ചക്രമട്ട കൊടുത്തിട്ടുണ്ട്. പിന്നിപ്പോ കൊറേ കാലത്ത് ശേഷമാണ് ആനക്കോട്ടക്ക് വരുന്നത്. ആനകളുടെ പേരുകളൊക്കെ പിന്നെ ചില ആനകളെ മാത്രമേ മനസ്സിലാവുള്ളൂ. കുറെ ആൾക്കാരാണ് വന്നുകൊണ്ട് നിൽക്കുന്നത്. ഇന്നലെ തൃശ്ശൂരിൽ നല്ല മഴ പെയ്യായിരുന്നു, ഇന്ന് മഴ പെയ്യുന്നില്ല. അപ്പൊ ഞാൻ അതുകൊണ്ട് വന്നതാണ്. നേരത്തെ വന്നാല് നല്ല ആനകളെ കുളിപ്പിക്കുന്ന സീനിലൊക്കെ കാണാം. ഉറച്ചിട്ട് ആനകളെ നടപ്പിക്കുന്ന അങ്ങനെയൊക്കെ. അതൊരു 8 മണി 8:30 ഉള്ളില് ഒക്കെ വരണം. അങ്ങനെ ഇവിടെ തന്നെ ഇപ്പൊ കാണാന് 4 ആന ഉണ്ട്. എല്ലാ ആനയുടെ അടുത്തേക്കും പോവാനാണ് ഉദ്ദേശം. തന്നെ പോയിട്ടിട്ട് ഒരു വീഡിയോ ഒക്കെ എടുക്കാന്. അവിടെ കയറാൽ ആനകൾ ഇല്ല ഭാഗത്തേക്ക് പോവാൻ പാടില്ല. പക്ഷെ അങ്ങനെ കെട്ടിട്ടില്ലാത്തത് കൊണ്ട് ആൾക്കാർ പോയിട്ടിട്ട് കുറച്ച് അങ്ങോട്ട് പോയി കാണുമ്പോ അവിടെ ഒരു സെക്യൂരിറ്റി വന്നിട്ട് വടി കുത്തിട്ട് പോവാണ്ടിരിക്കാന് കയറ്. കാരണം നമ്മൾ ഈ റോഡിൽ മാത്രമാണ് പോവാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ അങ്ങോട്ട് പ്രവേശിക്കാൻ പാടില്ല. കൊറേ ആൾക്കാര് കർണാടക നിന്ന് വരുന്നവരാണ് ഇവിടെ. പിന്നെ ഇവിടെ ഉണ്ടായിരുന്നത് നന്ദിനിയാണ്. നന്ദിനി ആന ചൊരിഞ്ഞതാണ് കഴിഞ്ഞ വർഷം. ഇവിടെ ഇനിയിപ്പോ നമ്മൾ അവിടെ ഒരു ആന ഉണ്ട്, അവിടേക്ക് പോയി നോക്കാം. ഇപ്പൊ ആനക്കോട്ടയിലെ സൗകര്യം ഉണ്ട് ട്ടാ. ഇങ്ങനെ ഒരു വണ്ടി വെച്ചുണ്ട്. നമുക്ക് വണ്ടിയില് പോന്നെങ്കിൽ കറങ്ങിട്ട് കാലുവേദനയുള്ളവർക്കൊക്കെ ഗുരുവായൂർ ദേവസ്വം അങ്ങനെ. അപ്പൊ ആനകളുടെ ഒക്കെ നിർത്തിയിട്ട് കാണിക്കുന്നുണ്ട്. അപ്പൊ നമുക്ക് അങ്ങനെ വേണ്ട. ഇപ്പൊ അവര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ട്ടാ ആനയെ കുറിച്ച്. അപ്പൊ തമിഴ് സംസാരിക്കുന്ന എല്ലാം ഒരു ഡ്രൈവറാണ്, ഒരു തമിഴാലെയാണ് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എല്ലാ ആനകളും പ്രായമായതിനെ കൊണ്ട് ഇവിടെ മൊത്തം 50-60 അടുത്തുള്ള ആനകളും ഉണ്ട്, ചെറിയതുമുണ്ട്. ഇപ്പൊ എല്ലാവർക്കും ഇപ്പൊ സുഖമായിട്ട് ഇരിക്കാന്നേല് നല്ല ഷെഡൊക്കെ അടിച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പൊ അടുത്ത കാലത്ത് കണ്ടതില് ഗുരുവായൂർ ദേവസ്വത്തില് നല്ല വരുമാനം ഉണ്ടാ തോന്നുന്നു. കണ്ടമാന ജനങ്ങൾ വരുന്ന കൊണ്ട്. അപ്പൊ ഈ ആനയുടെ പേര് എന്താണെന്ന് അറിയണമെങ്കിൽ അതിലുള്ള പാപ്പന്മാരാരാധം ഉണ്ടെങ്കിൽ ചോദിക്കാൻ പറ്റില്ല. അവിടെ ഒരാളുണ്ട്, ചോദിച്ചു നോക്കാം ഈ ആനയുടെ പേര്. അപ്പൊ ഞാന് ക്യാപ്ഷനിൽ കൂടി ആനയുടെ പേര് എന്തുകൊണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നമ്മൾ അവസാനിക്കുന്നത്. നല്ല മരങ്ങളാണ്, ഭംഗിയുള്ള തണല് ഒക്കെ.